ഹായ്, നമസ്കാരം. ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂൾ അലുമിനി അസോസിയേഷനിൽ 1100 രൂപ നൽകി മെമ്പർഷിപ്പ് എടുത്താൽ എനിക്കെന്താണ് അതുകൊണ്ടൊരു ഗുണം എന്ന് പലരും ചോദിച്ചു. ആ അംഗങ്ങൾക്ക് ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യം, അതിലെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം സജീവമായ പരിഗണനയിലാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ കിൻഡർ ആശുപത്രി പത്തടിപ്പാലം, മെഡിക്കൽ ട്രസ്റ്റിൻ്റെ എറണാകുളത്തും കുഴുപ്പള്ളിയിലുമുള്ള 2 ആശുപത്രി, മറ്റ് ആശുപത്രികളുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മേൽപ്പറഞ്ഞ 2 ആശുപത്രികളും അലുമിനി അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവിടെ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ മെച്ചപ്പെട്ട സേവനവും ഡിസ്കൗണ്ടും തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. കിൻഡർ ആശുപത്രി നമുക്കതിൻ്റെ ഒരു കാർഡ്, ഒരു പ്രിവിലേജ് കാർഡ് നിലവിൽ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സ്മൃതിപർവം പരിപാടിയിൽ പങ്കെടുക്കാനെത്തി ID കാർഡ് വാങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ആ ID കാർഡിനൊപ്പം കിൻഡർ ആശുപത്രിയുടെ പ്രിവിലേജ് കാർഡും വിതരണം ചെയ്തിട്ടുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം, അത് നൽകുന്നതാണ്. 50% ഡിസ്കൗണ്ട് കൺസൾട്ടേഷന് കിട്ടും. 5% ഡിസ്കൗണ്ട് OP ലബോറട്ടറി സർവീസിന് കിട്ടും. 5% ഡിസ്കൗണ്ട് OP റേഡിയോളജി സർവീസിന് കിട്ടും. 5% ഡിസ്കൗണ്ട് IP ബില്ലിന് ലഭിക്കും. 5% ഡിസ്കൗണ്ട് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പിന് നൽകും. ഇതെല്ലാം കിൻഡർ ആശുപത്രി നൽകുന്ന സേവനങ്ങളാണ്. മെഡിക്കൽ ട്രസ്റ്റ് നമുക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പും മറ്റ് ട്രീറ്റ്മെൻറ്റിനും ഉൾപ്പെടെ 10% പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം അവരുടെ സേവനങ്ങളുമാണ്. ഇനി മറ്റ് ആശുപത്രികളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം ആ ആശുപത്രികളിലും ഇതേ സൗകര്യങ്ങൾ കിട്ടുന്നതിനുള്ള സംവിധാനം ഒരുക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് സമയമെടുക്കും. അതിന് വേണ്ടത്ര അംഗങ്ങൾ വേണം എന്നുണ്ട്, കുറച്ച് അധികം ആളുകൾ വേണം. അതൊക്കെ ക്രമേണ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഡ്രീം പ്രൊജക്റ്റ്, അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചില ചാരിറ്റി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെയും മറ്റു തരത്തിലുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെ അവരുമായി ആലോചിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സഹായകരമായിട്ട് നമ്മുടെ അംഗങ്ങൾക്ക് സഹായിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇനിയിപ്പോൾ ഈ സ്മൃതിപർവ്വതത്തിൻ്റെ തിരക്ക് കഴിഞ്ഞതുകൊണ്ട് അത്തരം ആലോചനയിലാണ്. അപ്പോൾ നമ്മുടെ ആശുപത്രികളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ID കാർഡാണ്, അത് അലുമിനി അസോസിയേഷൻ നൽകിയിട്ടുള്ള ID കാർഡാണ് ആശുപത്രിയിൽ കാണിക്കേണ്ടത്. കുടുംബാംഗങ്ങൾക്കും ചികിത്സ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ പേരും വയസ്സും തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് വേണം. അപ്പോൾ അതെങ്ങനെ തരണം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ഫോർമാറ്റ് ഇപ്പോൾ ഉടനെ തന്നെ ഗ്രൂപ്പിലിടുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ഗൗരവമായിട്ട് എടുക്കുക. ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് തരണം, എന്നിട്ട് വേണം അത് കൊടുക്കാനായിട്ട്.